ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘയുടെ അച്ഛൻ മേഘയോട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മേഘയുടെ അച്ഛനും മേഘയും സംസാരിക്കുന്ന കാര്യം. അപ്പോൾ അച്ഛൻ പറയാണ്, നിനക്ക് സ്വത്തുകളൊക്കെ കിട്ടിയ കാര്യം ആ മഹേഷ് അറിയരുത്. അറിഞ്ഞാൽ അവൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. നോക്ക്, നീ ഇപ്പോൾ വലിയ കോടീശ്വരിയായി കഴിഞ്ഞു. ഇനി മുതൽ മനീഷിൻ്റെ അടുത്ത് നിന്ന് നീ കുറച്ച് അകലം പാലിക്കണം. അവനെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കുകയേ വേണ്ട. അവന് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. ശരി അച്ഛാ, ഞാൻ പോയി എൻ്റെ ഫ്രണ്ട് ലോയറിനെ കണ്ട് പിന്നീട് അച്ഛനോട് സംസാരിക്കാം. ശരി, പോയിട്ട് വാ മോളെ. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി പച്ചക്കറിക്ക് അരിയാണ്. ആ സമയത്ത് ലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, സിദ്ധുവും ചന്ദ്രികയും ക്ഷേത്രത്തിൽ വെച്ച് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് വരുന്ന ആ രംഗമാണ് ലക്ഷ്മി ഓർക്കുന്നത്. സോറി, ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചത് ആപ്പിളാണ്. അപ്പോൾ അവിടെ മഹേന്ദ്രൻ സാർ വന്നിട്ട് പറയാണ്, എന്താ ലക്ഷ്മി, നീ ഒരുപാട് ആപ്പിൾ മുറിക്കുന്നുണ്ടല്ലോ, അത് ഏട്ടന് തന്നെയാ? എനിക്കോ? ഏയ്, ഇതെന്താ ഇത്രയും ആപ്പിളോ? അയ്യോ, എന്തൊക്കെയോ ആലോചിച്ച് ഇത്രയും ആപ്പിൾ ഞാൻ കട്ട് ചെയ്തോ? ശരി, കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കേട്ടാ, ബാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാം. എന്താ ചെറിയ കുട്ടിയാണോ ഇത്രയും ആപ്പിൾ കഴിച്ച് ശരീരം നന്നാക്കാൻ? ഇതൊക്കെ കഴിക്കേണ്ടത് ചന്ദ്രികയും മലരുമാണ്. അവർ ആരോഗ്യത്തോടെ നിന്നാൽ കുറച്ചു കാലം കൂടി സന്തോഷിച്ച് നമുക്ക് ജീവിക്കാം. അതേ ഏട്ടാ, ചന്ദ്രികയുടെ ജീവിതം സന്തോഷമായിട്ട് മാറണമെങ്കിൽ ഉറപ്പായിട്ടും അവൾക്കൊരു കല്യാണം നടത്തി കൊടുക്കണം. ലക്ഷ്മി, നമ്മളിനി എത്ര നാളുണ്ടാവും? നമ്മളുടെ കാലം കഴിഞ്ഞാലും ചന്ദ്രികയെയും മലരിനെയും നോക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണമല്ലോ. ഏട്ടാ, ദല്ലാളിനോട് പറഞ്ഞില്ലായിരുന്നോ ചന്ദ്രികയ്ക്ക് ഏതെങ്കിലും ഒരു നല്ല ബന്ധം കൊണ്ടുവന്നായിരുന്നോ? ഒരുപാട് ബന്ധങ്ങൾ കൊണ്ടുവന്നു. അതേസമയം തന്നെ ജാനകി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പുറത്ത് വന്ന് നിന്നിട്ട്. എന്നാൽ ചന്ദ്രികയ്ക്ക് ചേരുന്ന പൊരുത്തോ ഒന്നുമില്ല. എപ്പോഴാണ് ചന്ദ്രികയ്ക്ക് പറ്റിയ വരനെ കിട്ടുന്നത് എന്ന് അറിയില്ല. ഭഗവാൻ വിചാരിച്ചാൽ ചന്ദ്രികയ്ക്ക് ചേരുന്ന നല്ലൊരു വരനെ തന്നെ കണ്ടുപിടിച്ചു തരും. ശരി ലക്ഷ്മി, ചന്ദ്രികയ്ക്ക് എങ്ങനെയുള്ള വരനെ കിട്ടിയാൽ നന്നായിരിക്കുന്ന നീ കരുതുന്നത്? പറയുന്നത് കൊണ്ട് തെറ്റായിട്ട് ഒന്നും വിചാരിക്കരുത് ഏട്ടാ. ക്ഷേത്രത്തിൽ വെച്ച് ചന്ദ്രിക സിദ്ധുവിനോടൊപ്പം നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇത് കാണാൻ വളരെ മനോഹരമായിരുന്നു. അവർ തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. പലരിനെയും കൊണ്ട് സിദ്ധാർത്ഥ് ചന്ദ്രികയുമായി സംസാരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഒരു ഹസ്ബൻഡ് തൻ്റെ വൈഫിനോട് സംസാരിച്ചു വരുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് കേട്ട് ജാനകി ഒന്ന് ഞെട്ടുകയാണ്. ചന്ദ്രികയ്ക്ക് സിദ്ധാർത്ഥിനെ പോലെ അവളെ നന്നായി മനസ്സിലാക്കുന്ന, അവളെ ബഹുമാനിക്കുന്ന ഒരാളെയാണ് കിട്ടേണ്ടത്. സിദ്ധാർത്ഥ് ചന്ദ്രികയെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അടുത്ത മുഹൂർത്തത്തിൽ ചന്ദ്രികയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കും. ഇത് കേട്ട് ജാനകി ഒന്നുകൂടി ഞെട്ടാണ്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? മാത്രമല്ല, ചന്ദ്രികയ്ക്ക് വിവാഹം കഴിഞ്ഞ് ഒരു മകളും ഉള്ളതാണ്. അതുകൊണ്ടാണ് സിദ്ധുവിനോട് ഞാൻ ഇക്കാര്യം സംസാരിക്കാതിരുന്നത്. എങ്കിൽ ഞാൻ സിദ്ധുവിനോട് ഉറപ്പായും സംസാരിച്ചേനെ. ജാനകി അപ്പോൾ, എൻ്റെ ദൈവമേ, ചന്ദ്രിക എൻ്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇവരൊക്കെ ചേർന്ന് ചന്ദ്രികയെ സിദ്ധുവിന് വിവാഹം കഴിച്ചു കൊടുക്കാം എന്നുള്ള കാര്യമാണല്ലോ പറയുന്നത്. എന്ത് കഷ്ടാണിത്! എൻ്റെ ഭർത്താവ് ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മകനെ തരം താഴ്ന്നവനായി കണ്ട് ജോലിക്കാരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നു. ഏട്ടനും ചേച്ചിയും എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇത്ര കേവലമായി ചിന്തിക്കുന്നല്ലോ. ഇനി ഇവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അതേ ഏട്ടാ. ജാനകി പിന്നെ ഒന്നും ആലോചിക്കാതെ നിസ്സഹായതയോടെ അവിടെ നിന്നും അകത്തേക്ക് പോവാണ്. അപ്പോഴാണ് മഹേന്ദ്രൻ സാർ ശ്രദ്ധിച്ചത്. ഏയ് ജാനകി, എന്തെങ്കിലും വേണോ? വേണ്ട ഏട്ടാ. നാളെ ആരതിയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടൻ നിശ്ചയം നടത്താം എന്നാ പറഞ്ഞ്. ഏട്ടനും ചേച്ചിയും നാളെ വീട്ടിൽ ഉണ്ടാവണം. അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. അതിനെന്താ ജാനകി, ആരതി എൻ്റെ മകളെ പോലെയല്ലേ? അവളുടെ വിവാഹം ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിരിക്കും. ശരി ഏട്ടാ. ഏട്ടനും ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. ചന്ദ്രിക വീടും പരിസരവും ഒക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ചന്ദ്രികയെ ലക്ഷ്മി വന്ന് വിളിക്കുകയാണ്. എന്താ അമ്മേ, ഇന്നലെയല്ലേ വീട് മുഴുവൻ തുടച്ചത്? ഇന്നും എന്തിനാ തുടക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ആരതിയെ പെണ്ണ് കാണാൻ ചെറുക്കൻ വീട്ടുകാരൊക്കെ ഇന്ന് വരികയല്ലേ. അവർ വരുമ്പോഴേ വീടൊക്കെ നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് ഇരിക്കണ്ടേ. അതുകൊണ്ടാ വീട് വീണ്ടും തുടച്ചതൊക്കെ മതി ചന്ദ്രികയെ. വീടൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ആരില്ല അമ്മേ, ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ. എന്തായാലും അതുകൂടെ അങ്ങ് തീർക്കട്ടെ. നീ ഈ വീട്ടിലെ രാജകുമാരിയാ ചന്ദ്രികയെ. പക്ഷേ
ഈ വീട്ടിലെ വേലക്കാരിയാണെന്നാ നീ വിചാരിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഞാനും നിന്റെ അച്ഛനും നിന്നോട് സത്യം പറയും. ചന്ദ്രിക തളർന്ന് വിഷമത്തോടെ വേർപ്പൊക്കെ തുടച്ചുകൊണ്ട് നിലം കണ്ടിട്ട് ലക്ഷ്മിക്ക് നല്ല സങ്കടം ഉണ്ടാകുകയാണ്. ലക്ഷ്മിയുടെ ആ സങ്കടം കണ്ടിട്ട് ചന്ദ്രിക ലക്ഷ്മിയെ തന്നെ നോക്കുകയാണ്. ഭാരതിയെ മേഘ നന്നായിട്ട് ഒരുക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക താഴെ നിന്നും പൂവ് കൊടുത്തിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ലക്ഷ്മി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ചന്ദ്രിക പൂവ് കൊടുത്തിട്ട് പോകുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ നീ എവിടേക്കാ പൂവുമായിട്ട് പോകുന്നത്? അത് ആരതിയെ പെണ്ണ് കാണാൻ വരികയല്ലേ അമ്മേ? അവൾക്ക് തലയിൽ വെച്ച് കൊടുക്കാനാ? ശരി ശരി ചെല്ല്. ആ മതി ആരതി പറയാ. ആഹാ നല്ല സ്റ്റൈലുണ്ട് ആരതി. ഇപ്പോൾ കണ്ടാലൊരു കല്യാണ പെണ്ണിനെ പോലെ തന്നെയുണ്ട്. പോ മേഘ, ഒന്ന് കളിയാക്കാതെ. അപ്പോഴാണ് ചന്ദ്രിക പൂവുമായിട്ട് വന്നത്. ആ ആരതി, ദാ ഈ പൂവും കൂടി തലയിൽ വെച്ചോ. ആ കൊള്ളാലോ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ മുല്ലപ്പൂവിൻ്റെ നടുക്ക് റോസാപ്പൂവും കെട്ടിക്കൊണ്ട് വന്നല്ലോ. ഏ ആ അത് നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. താങ്ക് യു ചന്ദ്രികയോട് പറയാണ്. മേഘ പറയാണ്, ആ ചന്ദ്രികയെ ചെറുക്കൻ വീട്ടുകാർക്ക് ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഒക്കെ നീ റെഡിയാക്കി വെക്ക്. ശരി മേഘ. ഒന്ന് വെച്ച് തരുമോ? മേഘയോട് ചോദിക്കുകയാണ്. താഴോട്ട് വെച്ചാൽ പോരെ ആരതി? താഴെയല്ല, മുകളിലോട്ട് തന്നെ വെച്ചാൽ മതി. മുത്തശ്ശൻ പറയാണ്, മോനെ മഹീന്ദ്ര, ആരതിയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്നറിയാലോ. പിന്നെ എന്തിനാ അവരിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോയത്? പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണച്ചാ, ഞാനാണ് പോകേണ്ടിയിരുന്നത്. പക്ഷേ വാസു തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. എന്തെങ്കിലും ആവട്ടെ. ചന്ദ്രിക അടുക്കളയിൽ തിരക്കിട്ട് ജ്യൂസ് അടിക്കുകയാണ്. ചെക്കൻ വീട്ടുകാരെല്ലാവരും വരികയാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ എല്ലാവരും സ്വീകരിക്കുകയാണ്. വരൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ച് ഇരുത്തുകയാണ്. വരൂ ഇരിക്കേ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച് സംസാരിച്ചാലോ? അയ്യോ, ബന്ധം ഒന്ന് യോജിക്കുന്നത് വരെ ഞങ്ങൾ പെൺവീട്ടുകാരുടെ വീട്ടിൽ നിന്നും ഒന്നും കൈ നനക്കാറില്ല. അപ്പോഴാണ് ചന്ദ്രികയും മലരും വന്ന് അവിടെ സൈഡിൽ നിന്ന് നോക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് ആദ്യം പെൺകുട്ടിയോട് വരാൻ പറയൂ. പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാം ഒത്തുവന്നാൽ നിശ്ചയത്തിനുള്ള ദിവസം കുറിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. കേട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, ഓക്കെ. നിങ്ങൾ പറയുന്നതും ശരിയാ മോനെ, ആരതിയോട് വരാൻ പറ. മേഘ, ആരതിയെ കൂട്ടിക്കൊണ്ടുവരൂ. ശരി അച്ഛാ. അപ്പോഴാണ് സിദ്ധു അവിടേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുകയാണ്. വാ മോനെ വാ. മഹേന്ദ്ര സാറും മുത്തശ്ശനും വിളിക്കുകയാണ്. വാ മോനെ സിദ്ധു. മഹേന്ദ്ര സാറ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് സിദ്ധാർത്ഥ്, പെൺകുട്ടിയുടെ ചേട്ടനാ. നമസ്കാരം പറയാം സിദ്ധു. പിന്നെ മഹേന്ദ്ര സാറ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവനാണ് എൻ്റെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. ഇരിക്കും മോനെ ഇരിക്കേ. അതേസമയം ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, പയ്യൻ ആരതിക്ക് ചേരുന്ന പയ്യനാണ്. അവരുടെ വീട്ടുകാരെയും കണ്ടിട്ട് നല്ലൊരു കുടുംബക്കാരാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആരതി ഒന്നുകൂടി എല്ലാം റെഡിയാക്കുകയാണ്. അപ്പോൾ മേഘ വന്നിട്ട് പറയാണ്, മതി ഒരുങ്ങിയത്. ഇനി ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, വേഗം അപ്പുറത്തേക്ക് വാ. വരാം മേഘ. ആരതി അവിടെ എത്തി. അപ്പം മുത്തശ്ശൻ പറയാണ്, ആരതി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു മോളെ. നമസ്കാരം. എല്ലാവരും നമസ്കാരം പറഞ്ഞു. അപ്പോൾ ചെക്കൻ്റെ അമ്മ പറയാണ്, എന്തിനാ മോളെ നിൽക്കുന്നേ? ഇരിക്കേ. അറിയില്ല ആരതി പറയാ. ഇരിക്കുക ആരതി ഇരിക്കേ. ആരതി അവിടെ ഇരുന്നപ്പോൾ ചെക്കനൊന്ന് ഒളി കണ്ടിട്ട് നോക്കുകയാണ് ആരതിയെ. അപ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുകയാണ്, എന്താ മോനെ, പെണ്ണിനെ ഇഷ്ടമായോ? മുത്തശ്ശൻ പറയാം, മുതിർന്നവരായ ഞങ്ങളുടെ സമ്മതത്തേക്കാൾ പ്രധാനം നിങ്ങളുടെ സമ്മതമാണ് പ്രധാനം. അപ്പോൾ ആരതിയോട് അവളുടെ അമ്മ ആക്ഷനായി ചോദിക്കുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ സമ്മതം ആദ്യം പറയൂ. ചെറുക്കൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താടാ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അവൻ പറയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, മോളെ ആരതി, നിനക്ക് പയ്യനെ ഇഷ്ടമായോ? മുത്തശ്ശൻ ചോദിച്ചത് കേട്ടില്ലേ, ഉത്തരം പറ ആരതി. അവളുടെ അമ്മ പറയാം, ഇഷ്ടമായി. പിന്നെ അത് കേട്ട് മുത്തശ്ശൻ പറയാണ്, വളരെ സന്തോഷം. പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. മഹേന്ദ്ര സാർ പറയാണ്, ആരതി എൻ്റെ മകളെ പോലെയാ. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞോളൂ, ഞാനത് ചെയ്യാം. പയ്യൻ്റെ അച്ഛൻ പറയാണ്, നിങ്ങളെക്കുറിച്ചും നിങ്ങളെ കുടുംബങ്ങളെക്കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളോട് സ്ത്രീധനം വാങ്ങരുത് എന്ന് തീരുമാനിച്ചതാണ്. പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചാൽ മതി. അത് നിങ്ങൾ തരുന്നത് വാങ്ങേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റി നിങ്ങൾക്കും അറിയാമല്ലോ. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ബിസിനസ്സും സ്വത്തുക്കളും ഒക്കെയുണ്ട്. സ്ത്രീധനവും സമ്മാനവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആഘോഷപൂർവ്വം വിവാഹം നടത്തി കൊടുക്കാം, അത്ര തന്നെ. വളരെ സന്തോഷം മഹേന്ദ്ര സാർ പറയാം. നിങ്ങൾ പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലായി നിങ്ങൾ വളരെ നന്നായി ജീവിക്കുന്നവരാണ് എന്ന്.
എന്നാലും ഞങ്ങളുടെ കുട്ടിക്ക് ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ വളരെ നന്നായി തന്നെ ചെയ്യും. അത് മാത്രം നിങ്ങൾ വേണ്ടെന്ന് പറയരുത്. അതായത് മഹേന്ദ്രൻ സാർ പറയാം, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ മകൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് നിശ്ചയത്തിൻ്റെ ദിവസം കുറിച്ചാലോ? ഉറപ്പായും. അതിനു മുമ്പ് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും തമ്മിൽ ജാതകത്തിൻ്റെ പൊരുത്തം നോക്കിയാലോ? അതും ശരിയാ. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറയാണ്, പയ്യൻ്റെ ജാതകം എൻ്റെ കയ്യിലുണ്ട്, പെണ്ണിൻ്റെ ജാതകം ഒന്ന് തരാവോ? പൊരുത്തം നോക്കിയേക്കാം. മേഘ അളമാരയിൽ ആരതിയുടെ ജാതകമുണ്ട്, അതൊന്ന് എടുത്തു കൊണ്ടുവരുമോ? അപ്പോൾ ലക്ഷ്മി പറയാണ്, ആ ചെല്ല് മേഘ, എടുത്തിട്ട് വാ. മേഘ പോയി ജാതകം എടുത്തിട്ട് വന്നു. കൊടുത്തേക്കോ, തന്നേക്ക്. കൂടെ വന്ന പൂജാരി ജാതകം നോക്കാണ്. 2 പേരുടെയും ജാതകം നോക്കിയപ്പോൾ നല്ല പൊരുത്തമുണ്ട്. അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കാണ്. വരുന്ന വെള്ളിയാഴ്ച പൗർണമി ദിവസമാണ്. അന്ന് തന്നെ വിവാഹ നിശ്ചയം നടത്തി ജാതകം മാറാം. മുത്തശ്ശനും പറയാണ്, വളരെ സന്തോഷം. അപ്പോൾ ബന്ധം പറഞ്ഞ് ഉറപ്പിച്ചല്ലോ, ഇനി എന്തെങ്കിലും ാമല്ലോ അല്ലേ? മഹേന്ദ്രൻ സാർ പറയാം. ഉറപ്പായും കഴിക്കാലോ. മഹേന്ദ്രൻ സാർ പറയാണ്, ചന്ദ്രികയെ കഴിക്കാനുള്ളതൊക്കെ എടുത്തോളൂ. ആ ഇപ്പം എടുത്തിട്ട് വരാം സാർ. ചന്ദ്രിക കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വരികയാണ്. ആ അവിടെ വെക്കൂ. ആഹാ കൊള്ളാലോ, മുറുക്ക്, അച്ചപ്പം, ലഡു. ചെറുക്കൻ്റെ അച്ഛൻ പറയാം, ജിലേബി. ഞാൻ കുട്ടിക്കാലത്ത് കഴിച്ച എല്ലാ പലഹാരങ്ങളും ഇവിടെയുണ്ടല്ലോ. ചെറുക്കൻ ചിരിച്ചുകൊണ്ട് പറയാണ്, അമ്മേ. അപ്പോൾ മലർ അവിടേക്ക് പോയിട്ട് പറയാണ്, ഹായ്, കപ്പലണ്ടി മുട്ടായി. ഹേയ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അതിൽ നിന്നും എടുക്കുകയാണ്. എടുത്തിട്ട് മാറി എന്നിട്ട് കഴിക്കുകയാണ് മലർ. കഴിഞ്ഞ് ആരതിക്ക് ദേഷ്യം വരികയാണ് മലർ പോയി എടുത്തത് കൊണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത കാണിക്കുന്നത് മുത്തശ്ശൻ പറയാണ്, ചന്ദ്രികയെ നീ പോയി എല്ലാവർക്കും ജ്യൂസ് എടുത്ത് കൊടുക്ക്. ചന്ദ്രിക എല്ലാവർക്കും ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. മലര് അപ്പോഴേക്കും സന്തോഷത്തോടെ വന്നിട്ട് അതിൽ നിന്നും പ്ലേറ്റിൽ നിന്നും കപ്പലണ്ടി മുട്ടായി പെറുക്കിയെടുക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക ജ്യൂസ് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് പയ്യൻ്റെ അച്ഛൻ്റെ കാലി തട്ടി ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ട്രേയും ജ്യൂസും താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അത് അവരുടെയൊക്കെ ദേഹത്തേക്ക് ജ്യൂസൊക്കെ മറിഞ്ഞടക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അത് കണ്ടിട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. എല്ലാവരും ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും പരസ്പരം നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.